ബിജെപിയിൽ ചേർന്ന 7 രാജ്യസഭാ എംപിമാരെയും അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ഉടൻ സുപ്രീംകോടതിയെ സമീപിക്കും. രാജ്യസഭാ അധ്യക്ഷൻ അവരുടെ ലയനം അംഗീകരിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. എംപിമാർക്കെതിരെ AAP പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. അതേസമയം അരവിന്ദ് കെജ്രിവാൾ ഉടൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. PR അരവിന്ദ് ഡൽഹിയിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരവിന്ദ്, ഭരണഘടനാപരമായി അവരുടെ ലയനം അംഗീകരിച്ചുകൊണ്ട് രാജ്യസഭാ ചെയർമാൻ എടുത്ത തീരുമാനം, അതിനേതെങ്കിലും രീതിയിൽ നിയമപരമായി മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ? എന്താണ് AAPയുടെ തുടർ നീക്കങ്ങൾ? ദിൽന ഹാഷ്മി, 7 എംപിമാരെയും അയോഗ്യരാക്കണമെന്ന നിലപാടിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. ഇവരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭാ അധ്യക്ഷന് സഞ്ജയ് സിംഗ് MP കത്ത് നൽകിയിരുന്നെങ്കിലും ആ കത്ത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഈ 7 എംപിമാരുടെ ലയനം രാജ്യസഭാ അധ്യക്ഷൻ അംഗീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഹർജി ഉടൻ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുമെന്നതാണ് കഴിഞ്ഞ ദിവസം സഞ്ജയ് സിംഗ് MPയും അതുപോലെ തന്നെ ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അതിഷി വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ തുടരുവാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചത്. കാരണം ഭരണഘടനാപരമായ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് രാജ്യസഭാ അധ്യക്ഷൻ ഇത്തരത്തിലുള്ള ലയനം അംഗീകരിച്ചത്. കൃത്യമായി എംപിമാരെ അയോഗ്യരാക്കേണ്ടതാണ് നിലവിലെ സാഹചര്യം. പക്ഷേ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഈ ലയനം അംഗീകരിച്ചു എന്നതാണ് ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് പുറമെ ഈ എംപിമാർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുവാനും ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.